അഞ്ചാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബോർഷന് വേണ്ടി പോകുന്ന അമ്മമാർ അബോർഷൻ ചെയ്യാതിരിക്കാനും അബോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് അച്ഛന്മാരിടുന്ന ഡ്രസ്സുകളുടെ ഒരു ഇതുണ്ട്, അതാണ് എനിക്ക് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു കുഞ്ഞു വാക്ക് മതി നമുക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാനായിട്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീരരായിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും അൽമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അവരുടെ തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിട്ടുണ്ട്. I love Jesus. I love Jesus. കേരള സഭയുടെ ഒരു നല്ല മിഷൻ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു മിഷണറി എക്സിബിഷൻ. നമ്മുടെ കേരള സഭ മുഴുവൻ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ്. സാഗർ രൂപതയുടെ വിശേഷങ്ങളോടെ നമുക്ക് ഇന്നത്തെ ജിജിയം ആരംഭിക്കാം. ജയേശു. ഞങ്ങൾ സാഗർ രൂപതക്കാരാണ്. മധ്യപ്രദേശിലെ തലസ്ഥാനമായ ഭോപ്പാൽ നഗരിയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ് സാഗർ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആ നഗരത്തിൻ്റെ പേരിലാണ് സാഗർ രൂപത അറിയപ്പെടുന്നത്. 1977 ഫെബ്രുവരി 26 സീറോ മലബാർ സഭയിൽ സ്ഥാപിതമായ 3 മിഷൻ രൂപതകളാണ് മധ്യപ്രദേശിലുള്ളത്. അതിൽ ഒന്നാണ് സാഗർ. മറ്റുള്ള 2 രൂപതകൾ സത്നയും ഉജ്ജയിനുമാണ്. സാഗർ രൂപതയെക്കുറിച്ച് പറയുമ്പോൾ സാഗർ രൂപത മധ്യപ്രദേശിലെ 5 ജില്ലകൾ ചേരുന്ന ഒരു രൂപതയാണ്. സാഗർ, വിദിഷ, റൈസൻ, ഗുണ, അശോകനഗർ എന്ന ജില്ലകളാണ് സാഗർ രൂപതയുടെ കീഴിൽ വരുന്നത്. ഇത് ഏകദേശം ഒരു 400 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന രൂപതയാണ്. സാഗർ രൂപതയിലെ ജനസംഖ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 90 ലക്ഷം ജനങ്ങളാണ് അവിടെ തിങ്ങിപ്പാർക്കുന്നത്. ഈ 90 ലക്ഷം ജനങ്ങൾക്കിടയിൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ ആകെ 6000 പേരെ ഉള്ളൂ. ഈ 6000 പേരിൽ ഞങ്ങൾ 73 അച്ഛന്മാരും 256ഓളം സിസ്റ്റേഴ്സുമാണ് അവിടെ സേവനം ചെയ്യുന്നത്. പിന്നെ ആത്മായ പ്രേക്ഷിതർ വളരെയധികം തീഷ്ണതയോടും ഉറച്ച വിശ്വാസത്തോടും കൂടി വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും കർത്താവിനെ ഘോഷിക്കുകയൊക്കെ ചെയ്തു വരുന്നു. സാഗർ രൂപതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാഗർ രൂപതയുടെ ഇടയൻ, ഇപ്പോഴത്തെ ഇടയൻ മാർ ജെയിംസ് അത്തിക്കളം MST പിതാവാണ്. ഇതിക്ക് മുമ്പ് സാഗർ രൂപതയുടെ പിതാക്കന്മാരായിരുന്നത് ആൻ്റണി ചെറിയത്ത് പിതാവും ജോസഫ് പാസ്റ്റർ നിലങ്കാവിൽ CMI പിതാവും ക്ലെമൻസ് തോട്ടുങ്ങൽ പിതാവും CMI ആയിരുന്നു. സാഗർ രൂപതയിലെ പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്. ആദിവാസി കുട്ടികൾക്കും മറ്റുള്ളവർക്കും വിദ്യാഭ്യാസം നൽകി അവരെ സ്വന്തം കാലിൽ നിർത്താനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ വർക്ക് മേഖലയാണ് പ്രധാനമായിട്ട് നമ്മൾ നടത്തുന്നത്. അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഉൾക്കാടുകളിലും മറ്റുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ആദിവാസി ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരെയൊക്കെ അവർ മനുഷ്യരാണ് എന്ന് പറയാൻ അവരെ
പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മിഷൻ പ്രവർത്തന മേഖല. അതിനായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും നമ്മോടൊപ്പം ഉണ്ട്. ഇങ്ങനെയുള്ള മിഷൻ വില്ലേജുകളിലേക്കൊക്കെ കടന്നു ചെന്ന് അവിടെയൊക്കെ ഇരുന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന കുറേ മിഷണറിമാരുണ്ട്. ആ മിഷണറിമാരുടെ ജീവിത ഉൾക്കൊണ്ടുകൊണ്ടാണ് പലരും ക്രിസ്തുവിനെ തേടി വരുന്നതും ക്രിസ്തുവിനെ അറിയുന്നതും. ഈശോയുടെ കരുണയുടെ ഏറ്റവും വലിയ ഒരു രൂപം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സാഗർ രൂപതയിലാണ്. അത് കന്യാകുമാരി കാശ്മീർ ഹൈവേയിലാണ്. ഏകദേശം 143 അടി ഉയരമുണ്ട് നമ്മുടെ ഈ ഈശോയുടെ കരുണയുടെ രൂപത്തിന്. പലവിധ പ്രതിസന്ധികളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള നാനാജാതി മധ്യസ്ഥരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ദൈവകരുണ എന്താണെന്ന് വിളിച്ചോതുവാനായിട്ട് പരിശ്രമിക്കുകയാണ് സാഗർ രൂപത ചെയ്യുന്നത്. സാഗർ രൂപതയെ പൂർണ്ണമായിട്ട് ദൈവകരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു രൂപതയാണ്. ആ കാരുണ്യം വിളിച്ചോതുക എന്നുള്ളതാണ് സാഗർ രൂപതയിലേക്ക് കടന്നു വരുന്ന ഓരോ മിഷണറിയുടെയും പ്രധാനവുമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന ഈ ഫോട്ടോകളും മറ്റുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ പ്രദർശിക്കപ്പെടുന്ന ഈ TV സ്ക്രീനുകളൊക്കെ അതിന് സാക്ഷ്യമാണ്. നമ്മുടെ അടുത്തായിരിക്കുന്നത് ഈ ബ്രദേഴ്സ് 2 പേരുണ്ട്, ഡീക്കന്മാരാണ്, അടുത്ത് തന്നെ പട്ടം കിട്ടുന്നവരാണ്. പിന്നെ ജാക്സൺ അച്ഛൻ കൂടെയുണ്ട്. പട്ടം കിട്ടിയിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അച്ഛൻ നേരെ ഈ പറഞ്ഞ ജീവിതശൈലിയിൽ ജീവിച്ച് ഉൾ വില്ലേജുകളിലൊക്കെ കടന്നു ചെന്ന് അവരോടൊക്കെ ഈശോയെ കുറിച്ച് പറഞ്ഞ് ജീവിച്ച് കടന്നു വന്ന ആകെ 1 വർഷമായിട്ടുള്ളെങ്കിലും വളരെ വലിയ എക്സ്പീരിയൻസൊക്കെ ഉള്ള മിഷണറി എക്സ്പീരിയൻസ് ഉള്ള ഒരച്ഛനാണ്. നടന്ന് കിലോമീറ്ററുകളോളം പോയി ഇന്ന് നമുക്ക് ആധുനികമായിട്ടുള്ള വണ്ടികളും EV ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ പോലും കാൽനടയായി മാത്രം ചെന്നെത്താവുന്ന ദൂരങ്ങളൊക്കെ സഞ്ചരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈശോയെ കൊടുക്കുകയാണ് സാഗർ രൂപത. ഇപ്രകാരം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ യേശുക്രിസ്തുവിന് സാക്ഷ്യമാകുവാനും യേശുവിനെ പ്രഘോഷിക്കുവാനും സാഗർ രൂപത നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്കറിയാം, 2-ാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും മിഷണറിയാണ്. നമുക്കെല്ലാവർക്കും ഒരു മിഷണറി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സാഗർ രൂപതയിൽ അതൊരു ദിവസമാവാം, 1 ആഴ്ചയാവാം, 1 മാസമാവാം, പല വർഷങ്ങളാവാം, ഇനി ഒരു ജീവിതം തന്നെയാവാം. അതിലേക്ക് സാഗർ രൂപതയിൽ ഒരു മിഷണറിയായി ഈശോയെ കൊടുക്കുവാനായിട്ട് ഈ 90 ലക്ഷം ജനങ്ങൾക്കും ഈശോയെ ലഭിക്കണമെന്നുള്ള ദാഹമുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളെല്ലാവരെയും സസന്തോഷം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ സാഗർ രൂപതയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കൊരു സഹായഹസ്തമാവാനായിട്ട് സാധിക്കും. അത് പ്രാർത്ഥനയിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള സഹായം വഴിയൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ നൽകാനും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സാഗറിലെ ഓരോ മിഷണറിയുടെയും ജീവിതം കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ജീവിതമാണെങ്കിലും വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവിതമാണെന്ന് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 12 വർഷമായി ഞാൻ പുരോഹിതനാണെങ്കിലും ഈ 12 വർഷക്കാലത്ത് ഈശോയെ പ്രതിയുള്ള സ്നേഹത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതം ദുരിതത്തിലൂടെയും ദുഃഖത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ജീവിതമാണ്. പക്ഷേ ഈശോയെ കൊടുക്കുവാനും ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ഈശോയെ പകർന്നു കൊടുക്കാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, തൃപ്തനാണ്. അങ്ങനെ ഈശോയിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ഈശോയെ കൊടുക്കുവാൻ, ഈശോയെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയായിട്ട് ഈശോയെ പകർന്നു കൊടുക്കുവാൻ സാഗർ രൂപതയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഒരു മിഷണറി ആവാൻ നിങ്ങൾക്കും സാധിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയ യേശു. എൻ്റെ പേര് ഫാദർ ജാക്സൺ, തെക്കിനിയത്ത് തെക്കുംപീടിക.
ഞാൻ മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന സിറോ മലബാർ സഭയുടെ മിഷൻ രൂപതയിൽ ഉള്ള വൈദികനാണ്. വൈദികനായി ഇതാ ഒരു 13 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈദികനായതിനു ശേഷം ആദിവാസി ജനതകളുടെ ഇടയിൽ മധ്യപ്രദേശിലെ സാഗർ രൂപതയുടെ ഒരു ഭാഗമാണ് ഗുണ എന്ന് പറയുന്ന ജില്ല. അതിനോട് ചേർന്ന് മോഹൻപൂർ എന്ന് പറയുന്ന ഒരു മിഷൻ സ്റ്റേഷനിലാണ് അച്ഛനായതിനു ശേഷം ഞാൻ ആദ്യം എനിക്ക് സേവനം ചെയ്യാനായിട്ട് അവസരം ദൈവം നൽകിയത്. അവിടേക്ക് കടന്നു ചെന്ന് 13 സെൻറ്ററുകളുണ്ട്, മിഷൻ സെൻറ്റേഴ്സ്. അവിടെയെല്ലാം പോയി കുടിലുകൾ പോലെയുള്ള ആ സ്ഥലങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് അവരെ കേട്ട് പാവങ്ങളും ദളിതരായ ആദിവാസി ക്രിസ്ത്യാനികളുടെ കൂടെ ഒപ്പം നിന്ന് അവരുടെ മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മളൊക്കെ അച്ഛനായി, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛനായതിനു ശേഷം ഒത്തിരിയേറെ പൗരോഹിത്യ സ്വപ്നം കണ്ട് ഇങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ മക്കളുടെ വേദനകൾ, എന്നെയും കാത്തിരിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുരോഹിതനായതിന് അർത്ഥമുണ്ട്, ഈ ജീവിതത്തിനൊരു സംതൃപ്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെയാണ്. ഞാൻ വൈദികനായി ഓഗസ്റ്റ് മാസം അവിടേക്ക് കടന്നു ചെന്നപ്പോൾ, ഒരു മിഷൻ സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ വളരെയധികം മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു വടക്കേ ഇന്ത്യയിൽ ആ സമയം. അപ്പോൾ ഞാനും മനസ്സിലൊരു 50-50 ഒരു വിശ്വാസത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അങ്ങോട്ട് കടന്നു ചെന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാവരോടും ഞാനും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ചോളമൊക്കെ ഇട്ട് കൃഷി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ മഴയില്ലാതെ വെള്ളത്തിനൊക്കെ ഇട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഞാനും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തുടങ്ങിയ സമയം തന്നെ മഴ വരികയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ജനങ്ങളെല്ലാവരും ഒരു സൈഡിൽ വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നു, മറു സൈഡിൽ ജനാലയുടെ പുറത്തേക്ക് നോക്കുകയാണ്. അത് കണ്ടപ്പോൾ എൻ്റെ വിശ്വാസവും ഒത്തിരിയേറെ കൂടുകയാണ് ഉണ്ടായത്. ഞാൻ ശരിക്കും ഒരു പകുതി വിശ്വാസത്തിലാണ് അന്ന് ദിവ്യബലി അർപ്പിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ദൈവം എൻ്റെ മുമ്പിൽ സാക്ഷ്യമായിട്ട് വിശ്വാസത്തിന് എങ്ങനെ 14 വർഷം പഠിച്ച തിയോളജിയോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഒരു സാഹചര്യങ്ങളോ ഒന്നുമല്ല, വിശ്വാസത്തിൽ കടുകുമണിയോളം വചനത്തിൽ പറയുന്ന പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമെന്ന് ദൈവം തെളിയിച്ച് തന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം കൂടിയാണ് അവിടുത്തെ ഒരു വചനസേവകൻ. അദ്ദേഹത്തിൻ്റെ ഒരു 2.5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനെ അവസാന സമയത്ത് മഞ്ഞപ്പിത്തം പിടിച്ച് ജോണ്ടിസ് പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനൊന്നും പൈസ ഇല്ലാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ എങ്കിലും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അറ്റാകരണ സമയത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആ മകൻ വളരെ വേദനയോടെ കടന്നു വന്ന് അവിടുന്ന് ആ കൊച്ചിനെയും കൊണ്ടുവന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആ കൊച്ചിനെ വെച്ച് അവിടെ 2 കൈകളും നിവർത്തി കരഞ്ഞുകൊണ്ട് നമ്മുടെ ഹന്നാമേള, നമ്മളൊക്കെ പള്ളിയിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു പരമ്പരാഗതമായ രീതിയിൽ നെറ്റിയിലൊക്കെ കുരിശടയാളൊക്കെ വരച്ച് അല്ലെങ്കിൽ എല്ലാവരും മുമ്പിൽ നിന്ന് കാണാനൊക്കെ വേണ്ടി ഒന്ന് തെളിച്ച് അങ്ങനെ കടന്നു പോകുന്നവരാണ്. പക്ഷേ ആ ഹന്നാമേളത്തിന് ഒത്തിരിയേറെ അത്ഭുത സിദ്ധി അല്ലെങ്കിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാണിക്കാൻ, രോഗശാന്തി കാണിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെയാണ്. അപ്പോൾ അദ്ദേഹം ആ വെള്ളം ആ കുഞ്ഞിന് കൊടുത്ത് നിൻ്റെ വിശ്വാസം രോഗിയെ സൗഖ്യമാകട്ടെ എന്ന് യേശുനാഥൻ പറഞ്ഞ പോലെ അദ്ദേഹം ആ ഹന്നാവെള്ളം കൊടുത്ത് ആ കുഞ്ഞ് പിറ്റത്തെ ദിവസം പരിപൂർണ രോഗവിമുക്തനായി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അതിനുശേഷം ഞാൻ പിന്നെ അവിടെയുള്ള എല്ലാവരോടും എൻ്റെ കൊച്ചു ബുദ്ധിയിൽ വന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇത്തിരി ഹന്നാവെള്ളം ഒരു സ്പൂണ് വെച്ച് നിങ്ങൾ കഴിക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞ് അവരെല്ലാവരും ആ ഹോളി വാട്ടർ ഹന്നാം വെള്ളത്തിന് ഇത്ര അധികം പ്രാധാന്യം കൊടുത്ത് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തന്നെ ഏകദേശം ഒരു 10-18 വരുന്ന വിശ്വാസികളെ കുമ്പസാരിപ്പിച്ച് ആദ്യമായി വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് ഈശോ എനിക്ക് അവസരം ഒരുക്കി തന്നു. പൗരോഹിത്യത്തിൻ്റെ ആദ്യ ഒരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ അതെന്നെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷവും ഒത്തിരി അനുഭവവും തന്ന ഒരു സാഹചര്യമാണ്. 13 വർഷവും ഈ ഒരു കാടിനുള്ളിൽ കാട് വിട്ട വീട്, വീട് വിട്ട കാട്, അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എപ്പോഴൊക്കെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ യേശു കടന്നു വന്ന് ഞങ്ങളെ തൊട്ട് അനുഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഒത്തിരിയേറെ വന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ യേശു കൂടെയുണ്ട്. ഞാനൊരു മിഷണറി ആണ്, അല്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് എവിടേക്ക് കടന്നു ചെന്നാലും ഒരു മിഷൻ രൂപതയിൽ അച്ഛനാണെന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വിലയും നിലയും അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 1 വർഷമേ ആകാൻ പോകുന്നെങ്കിലും ഈ മിഷൻ രൂപതയിൽ, സാഗർ മിഷൻ രൂപതയിൽ സേവനം ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരിയേറെ അഭിമാനിക്കുന്നു. അതിനേക്കാളുപരി ഒരു മിഷണറി വൈദികൻ എന്നതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. അതിലുപരി ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും സാഗറിലേക്ക്, മിഷൻ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാനും മിഷണറികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ
ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈ ജീവിത സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറട്ടെ. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന നല്ലൊരു മിഷണറി ആകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ യേശു. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബൈബിളുള്ള ഒരു എക്സിബിഷനാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. നമുക്ക് ആൻ്റണി സച്ചിൻ ചേട്ടനോട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. ഇതുവരെ ഒരുപക്ഷെ കാണാത്ത ബൈബിൾ എക്സിബിഷൻ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു എക്സിബിഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര ടൈപ്പ് ഓഫ് ബൈബിൾ ഉണ്ട് ഇവിടെ? ശരിക്കും പറഞ്ഞാൽ ബൈബിള് ഒത്തിരി നമുക്ക് വെക്കാനായിട്ടുള്ള സൗകര്യം അത്രത്തോളം ഇല്ല. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വെച്ചിരിക്കുന്ന ഏകദേശം 100 200ഓളം വ്യത്യസ്ത ബൈബിളിൻ്റെ കളക്ഷനുണ്ട് എനിക്ക്. എത്ര ലാംഗ്വേജസ് ഉണ്ട്? ഏകദേശം ഒരു 80 വ്യത്യസ്ത ലാംഗ്വേജ് ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ ബൈബിൾ കളക്ട് ചെയ്യാൻ എന്തായിരുന്നു പ്രചോദനം? ശരിക്കും ഞാൻ ബൈബിൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ബൈബിൾസ് ആദ്യം വാങ്ങിച്ചതാണ്. പിന്നീട് POCയിൽ നടന്നിട്ടുള്ള ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു 2011 അഖണ്ഡ ബൈബിൾ പാരായണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു ഞാൻ ആ സമയത്ത്. അന്ന് ഫാദർ ചാക്കോ പുത്തമ്പരക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ്റെ കളക്ഷനാണ് അന്ന് അവിടെ വെച്ചത്. അത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഒരു പ്രചോദനം ഉണ്ടായത്. കാരണം ഒത്തിരി പേരെ നമുക്ക് അറിവ് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നീട് ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ 5-6 ബൈബിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അങ്ങനെ ഇതിനു വേണ്ടി തന്നെ വ്യത്യസ്ത ഭാഷകൾ അങ്ങനെ പിന്നെ കുറേ കൗതുകരമായ ബൈബിളൊക്കെ ഉണ്ട്, വാട്ടർ പ്രൂഫ് ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈവൻ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് വായിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബൈബിളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൗതുകവും എന്നാൽ പഠനത്തിൻ്റെ ഒരു സാധ്യതയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു കളക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചേട്ടാ, അപ്പോൾ ഒരു 10 വർഷമായിട്ട് ചേട്ടൻ എക്സിബിഷൻ നടത്തി വരികയാണല്ലോ. അപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയം ചേട്ടൻ അത് എങ്ങനെ അതിനെ ആൻസർ ചെയ്യുന്നു? സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കത്തോലിക്ക ബൈബിളിൽ 73 പുസ്തകങ്ങളാണുള്ളത്. പ്രൊട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാരുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 66 അല്ലെങ്കിൽ 73 എന്തുകൊണ്ട് ഇങ്ങനെ 2 വ്യത്യസ്ത നമ്പർ പുസ്തകങ്ങൾ വന്നു എന്നൊക്കെ ഉള്ളൊരു ചരിത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ ഏതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളത്? ചിലപ്പോൾ നമുക്ക് 73 ഒരു 7 പുസ്തകങ്ങൾ ആഡ് ചെയ്യപ്പെട്ടതാണെന്നൊക്കെ ഉള്ളൊരു വാദഗതികൾ ചിലപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ഇങ്ങനെയുള്ള ചോദിച്ചിട്ടുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈബിളിൻ്റെ ഒരു ഉത്ഭവത്തിൻ്റെ ഒരു ചരിത്രം, ബൈബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീണതല്ലല്ലോ, മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ്. അത് കത്തോലിക്ക സഭയാണ് അത് ക്രോഡീകരിച്ചത്. അപ്പോൾ 382 റോമിലെ സിനഡിൽ വെച്ചിട്ടാണ് അത് ഒരു ക്രോഡീകരിച്ചിട്ട് അതൊരു കാനോനികമായിട്ട് 73 പുസ്തകങ്ങൾ അത് ആ കാലഘട്ടത്തിലാണ് തീരുമാനിച്ചത്. അപ്പോൾ 382 AD മുതൽ 73 പുസ്തകങ്ങൾ കാനോനികമായി അംഗീകരിക്കപ്പെട്ടത് കത്തോലിക്ക സഭയിലാണ്. നമുക്കറിയാം പ്രൊട്ടസ്റ്റന്റ് സഭ 16-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. അപ്പോൾ അവർക്ക് ചില 7 പുസ്തകങ്ങൾ അവരുടെ പ്രബോധനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർക്ക് 7 പുസ്തകങ്ങൾ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത വരികയും അത് പിൽക്കാലത്ത് അങ്ങനെ അവർ ഒഴിവാക്കിയതാണ്. അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം കിടക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ എന്ന് തൊട്ട് ബൈബിളിൻ്റെ കാനോനികമായി 73 പുസ്തകങ്ങൾ എന്ന് തൊട്ട് അത് തീരുമാനിച്ചുവോ ഇന്ന് വരെ അതിനൊരു മാറ്റം ഇല്ല എന്നുള്ളതാണ്. 100ഓളം ബൈബിൾ കളക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഒരു ബൈബിൾ കളക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതുപോലെയുള്ള ഇനിയും കളക്ട് ചെയ്യുന്ന ആളുകൾ മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമാണ് ചേട്ടൻ.
200ഓളം കളക്ഷൻ ചേട്ടൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ 100 ബൈബിളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഗ്രേറ്റ് ഗാദറിംഗ് മിഷന്റെ ഭാഗമായി ബൈബിൾ പകർത്തിയെഴുതൽ സംഗമം ഇവിടെ നടക്കേണ്ടായി. അതിൽ പത്തനംതിട്ടയിൽ നിന്ന് പങ്കെടുത്ത ഒരു ടീമിനോട് നമുക്ക് സംസാരിക്കാം. മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയിലെ കൊച്ചുകൾ ഇടവകയിൽ നിന്നുള്ള വിശ്വാസികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ വന്നത് ജെറുസലേം റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് നടക്കുന്ന ബൈബിൾ പകർത്തി എഴുതിയവരുടെ സംഗമം ഇന്നിവിടെ നടക്കുകയാണ്. ആ സംഗമത്തിൽ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടവകയിൽ നിന്നും ഏതാണ്ട് 4-5 പേര് ബൈബിൾ എഴുതുന്ന പ്രയത്നത്തിലായിരുന്നു. 2 പേര് ഇത് പൂർത്തീകരിച്ചു. ആ 2 പേരെ പ്രത്യേകമായിട്ട് ഇവിടെ ക്ഷണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു കത്തോലിക്ക രൂപതകളുടെ വലിയൊരു എക്സിബിഷൻ നടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു എക്സിബിഷനാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനും സഭയെക്കുറിച്ചും സഭ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. പള്ളിയിൽ അച്ഛനൊരു നോട്ടീസ് ഇതുപോലെ വായിച്ചു ഒരു നവംബർ മാസത്തിൽ. അപ്പം ബൈബിൾ പകർത്തി എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ പങ്കെടുക്കാമെന്നാണ് അച്ഛൻ നോട്ടീസ് വായിച്ചത്. അപ്പോൾ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പേ പള്ളിയിലെ അമ്മമാരുടെ പ്രോഗ്രാമിൽ 2 പ്രാവശ്യം ബൈബിള് സുവിശേഷവും അതുപോലെ അപ്പസ്തല പ്രവർത്തനങ്ങൾ എഴുതാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്രചോദനമായിരുന്നു. വലിയ ആഗ്രഹത്തോടു കൂടി അത് എഴുതി. എന്നാൽ ജോലികൾ ഒത്തിരി ഉണ്ടായിരുന്നു. 3 മാസം കൊണ്ട് തീർക്കണമായിരുന്നു. പുതിയ നിയമം ഫുൾ എഴുതണമായിരുന്നു. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ 3-4 പേര് ഇതിൽ പങ്കെടുത്തു. പക്ഷേ 2 പേർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ചില അധ്യായങ്ങൾ മാത്രമേ 3-4 പേർക്ക് എഴുതാൻ സാധിച്ചില്ല. എങ്കിലും വളരെ സന്തോഷമുണ്ട്. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇത് എഴുതിയത് എനിക്കൊരു അനുഭവം പറയാനുണ്ട്. എൻ്റെ കൈക്ക് വേദനയുള്ള സമയമായിരുന്നു. അപ്പോൾ ഇത് എഴുതി പൂർത്തീകരിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അത് എഴുതുകയും ഇപ്പോൾ ഇത് കൈക്ക് വേദന ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ മീറ്റ് ഗാദറിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പലരുടെയും അനുഭവം, ഇപ്പോൾ ഒരു 87 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ അനുഭവം ഇവിടെ പറയുണ്ടായി. അത് കേട്ടപ്പോൾ വീണ്ടും ബൈബിള് ഫുള്ള് എഴുതണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വന്ന ടീമിനെല്ലാം തന്നെ അതിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. ഇനിയും ഞങ്ങൾ ബൈബിള് ബാക്കി എഴുതിയോടെ പൂർത്തീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ GGM കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും എല്ലാ മിഷൻ മേഖലകളെയും പ്രാർത്ഥനകൾ കൊണ്ട് സഹായിക്കാം. ഇന്നത്തെ GGMന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.